രാത്രികാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. കേരളത്തിൽ കനത്ത മഴ തുടരുന്നതും കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ പൂർണ്ണമായി മുങ്ങിയെന്ന വാർത്തയായിരുന്നു ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ. ശേഷം ഇതാദ്യമായി നേരത്തെ ആരംഭിച്ച തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം നൽകിയെങ്കിലും അധികം വൈകാതെ മഴക്കെടുതി മൂലം നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഒരാഴ്ചക്കിടെ വിവിധ ഇടങ്ങളിലായി 27 പേർ മരിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 16 വർഷങ്ങൾക്ക് മുൻപ് 2009 മെയ് 23-നാണ് കാലവർഷം എത്തിയത്. സാധാരണ ജൂൺ 1-ഓടുകൂടിയാണ് കാലവർഷം എത്തുന്നത്. 2024 മെയ് 30-നും 2023 ജൂൺ 8-നും 2022 മെയ് 29-നുമാണ് കാലവർഷം എത്തിയത്. അതേസമയം ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കടലാക്രമണം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ഇതുവരെ 66 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായും മന്ത്രി അറിയിച്ചു. 1894 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. മലയോര മേഖലയിലെ രാത്രിയാത്ര നിർബന്ധമായും ഒഴിവാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പ്രളയ സാധ്യത മുന്നറിയിപ്പില്ലെന്നും കെ രാജൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ ശരിയായ വാർത്തകൾ നൽകുമ്പോൾ അതും കളക്ടർമാരും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പോകണം. ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട. ഏതാണ്ട് വലിയ നമ്പർ ക്യാമ്പുകൾ ഇപ്പോ നമ്മൾ തയ്യാറാക്കാൻ 6 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ 4000-ലധികം ക്യാമ്പുകൾ അതിന്റെ റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതലക്കാർ, ചെറിയ അംഗനവാടികൾ മുതൽ വലിയ സ്കൂളുകൾ വരെ പ്രദേശങ്ങളുടെ പ്രത്യേകതയനുസരിച്ച് നമ്മൾ തയ്യാറായിട്ടുണ്ട്. ആ വിധത്തിൽ സജ്ജമാണ്. ഇത്തവണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു കണക്ക് അനുസരിച്ച് അപകടകരങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, ആ സ്ഥലങ്ങളിലുള്ള പോപ്പുലേഷൻ, വർണബിൾ പ്ലേസസ് മാത്രമല്ല, വർണബിൾ പോപ്പുലേഷൻ നമ്മൾ കരുതിയിട്ടുണ്ട്. ആ വർണബിൾ പോപ്പുലേഷനിലെ ആളുകളെ പരസ്പരം ബന്ധപ്പെടുത്താൻ കഴിയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഉണ്ടാകുന്ന ഒരു പൊതുവായ പ്രശ്നം, നമ്മള് ചെറിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്ന് കരുതി സുരക്ഷിതമല്ലാത്ത. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ 2000-ലേറെ പേർ ക്യാമ്പുകളിലേക്ക് മാറി. 200-ലേറെ വീടുകൾ തകർന്നു. റോഡ്, റെയിൽ ഗതാഗതം അലങ്കോലമായി. നിരവധി ട്രെയിനുകൾ വൈകിയോടുകയാണ്. ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടായി. സംസ്ഥാനത്ത് കാലവർഷം കലിത്തുള്ളി പെയ്തിറങ്ങുമ്പോൾ തീരമേഖലയിലും ജാഗ്രത ശക്തമാകുന്നു. കേരള തീരത്തെ വിവിധയിടങ്ങളിൽ അപകടങ്ങൾ നിരവധിയുണ്ടായി. നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരള തീരത്ത് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം കനത്ത മഴയും കാറ്റും ഏറ്റവും കൂടുതൽ ബാധിച്ചത് വൈദ്യുതി മേഖലയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ശക്തമായ കാറ്റും മഴയും വളരെ ഏറെ അഫക്റ്റ് ചെയ്യപ്പെട്ട വൈദ്യുതി മേഖലയാണ്. മുൻകാലങ്ങളിൽ പോലും 2018-19 കാലഘട്ടത്തിലെ പ്രളയഘട്ടത്തിൽ പോലും ഇത്രയേറെ കാറ്റ് ശക്തമായി മരങ്ങൾ വീണ് ലൈൻ തകർന്ന നമ്പറിലെടുത്ത് പരിശോധിച്ച് വളരെ കുറവാണ്. അന്ന് വെള്ളം മാറിക്കഴിഞ്ഞാൽ കണക്ഷൻ കൊടുക്കാവുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കാണുന്നത് എല്ലാ മേഖലയിലും ഉണ്ടായ ശക്തമായ കാറ്റ് വേറെ അപകടങ്ങൾ വിധിച്ചതും ഇപ്രാവശ്യം മരം വീണുണ്ടായ അപകടങ്ങളാണ്. ആൾക്കാർക്ക് പറ്റിയ അപകടങ്ങൾ, വൈദ്യുതി തകരാറ് പരിഹരിക്കാൻ പോയ വാഹനത്തിന്മേൽ മരം വീണുണ്ടായ അപകടം ഉൾപ്പെടെയുള്ളവർക്ക് പരിശോധിക്കുമ്പോൾ ആ നിലയിൽ കൂടുതൽ കുറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ജില്ലയിൽ പൊതുവിലുള്ള വിഷയങ്ങളും കൂടെ ചർച്ച ചെയ്യപ്പെട്ടു. ഡെപ്യൂട്ടി സിയും ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഈ ഡിവിഷൻ്റെ കീഴിലുള്ള സബ് സ്റ്റേഷനുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമായി വിവിധ സെക്ഷനിൽ നിന്നായി ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. കട്ടപ്പന ഡിവിഷൻ്റെ കീഴിലെ 11 സെക്ഷനിൽ നിലവിലുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് തന്നെ 1,00,000
57,628 കൺസ്യൂമേഴ്സ് ഉണ്ട്. കാരണം 1067 ട്രാൻസ്ഫോമറുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് റിപ്പീറ്റഡായിട്ട് ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന കണക്ഷൻ, HP കണക്ഷൻ തകരാറിലായി റിപ്പീറ്റഡായിട്ട് 1157 ഇഷ്യൂസ് രൂപപ്പെട്ടു വന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അതുപോലെ തന്നെ LT 2,13,000 കണക്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ഒന്ന് വെട്ടി മാറ്റി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ മരം വീഴുന്നു, ആ ലൈൻ വീണ്ടും തകരാറാകുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഇത്രത്തോളം കേസുകൾ ഉയർന്നു വന്നെങ്കിലും അത് കഴിയുന്നത്ര സ്പീഡിൽ പരിഹരിക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇത് പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ ഭാഗമായി ഇനി ട്രാൻസ്ഫോമറുകൾ ഏതാണ്ട് 40 ട്രാൻസ്ഫോമറുകളിലേക്ക് വരുന്ന ലൈനുകളെ മാത്രമാണ് ഔട്ട് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും 40 ട്രാൻസ്ഫോമർ ഔട്ടായി എന്നുള്ളതല്ല, ഭാഗികമായിട്ടൊക്കെ ആകാം, എങ്കിലും കഴിയുന്നത്ര പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കപ്പെടാൻ കഴിയും. ഏതാണ്ട് 10,000 താഴെ കണക്ഷൻസ് മാത്രമാണ് ഇനി നിലയിൽ പരിഹരിച്ച് വരാനായിട്ടുള്ളത്. അത് 2,13,000 നിന്നാണ് ഈ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് എടുത്ത കണക്കാണ്. ഇന്ന് കുറേ കൂടി പരിഹരിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ട് ആയിരുന്നെങ്കിലും ഇന്ന് കുറച്ച് മഴ ശാന്തമായിരുന്നതിനാൽ കുറേ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തിയത്. അപ്പോൾ അങ്ങനെ നിലയിൽ എടുത്ത് നോക്കുമ്പോൾ ഇനി കുറച്ച് പോസ്റ്റുകൾ ചെരിഞ്ഞ് വയ്ക്കുന്ന കുറച്ച് പോസ്റ്റുകൾ അത് HTD LTDയുമായിട്ട് കുറേയുണ്ട്. അതെല്ലാം നോർമൽ വർക്കുകളായി പുരോഗമിച്ചു വരുന്നുണ്ട്. എന്നാൽ കുറേ പോസ്റ്റുകൾ HTയിലേക്ക് വരുന്ന 9 മീറ്ററിൻ്റെ കുറേ പോസ്റ്റുകളുടെ ഷോർട്ടേജ് ഉള്ളതായിട്ട് കണ്ടു. അതുകൊണ്ട് 200ഓളം പോസ്റ്റുകൾ വേണ്ടി വരുമെന്നാണ്. അതിന് അനുമതി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും കൂടി ഇമ്മീഡിയറ്റായിട്ട് എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് തുടർന്നു വരികയാണ്. എന്നാൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നത് ഈ വരുന്ന ഘട്ടത്തിൽ കൂടുതൽ ആൾക്കാരെ റീഡിപ്ലോയ് ചെയ്യാൻ കഴിയാതെ വരും. നമ്മുടെ ജില്ലയുടെ എല്ലാ ഭാഗത്തും ഈ കാറ്റിൻ്റെ നാശവും വൈദ്യുതി തകരാറും ഒരേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു സെക്ഷനാണെങ്കിൽ എടുക്കാൻ പോലും കിടപ്പിച്ചുകൊണ്ടുള്ള നേരിടുന്നുണ്ട്. മാത്രമല്ല പരിചയസമ്പന്നരായ ആൾക്കാർ വേണം ഈ മേഖലയിൽ ജോലി ചെയ്യാൻ. ആ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും വ്യക്തിഗത സഹായം നൽകുന്നതിനുമായി ഫയർഫോഴ്സിൻ്റെ സഹായം പൂർണ്ണമായിട്ടും അതോടൊപ്പം തന്നെ PWDയുടെ സഹായവും അവിടെ റണ്ണിങ് കോൺട്രാക്ടേഴ്സിൻ്റെ സഹായവും എല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് ആവശ്യപ്പെടും, ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടും. അതോടൊപ്പം ഇവിടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൂടുതലായി നമുക്ക് എടുക്കാവുന്നത് വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് റീഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജനറേഷനും ട്രാൻസ്മിഷനിലുള്ള ജീവനക്കാരെ അങ്ങനെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലായി പോസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഡെപ്യൂട്ടി സിയും പിയും എല്ലാം തന്നെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. റിട്ടയർ ഹാൻഡ്സായി പോയ ആൾക്കാർ, അവർ പരിചയസമ്പന്ന ആൾക്കാരാണ്. അവരെ തിരിച്ചു വരാൻ അവർക്ക് തിരിച്ച് എത്തിച്ച് അവരെ ഇതിൽ പ്രവേശിപ്പിച്ച് ജോലി ചെയ്യിക്കുന്നതിനും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങൾ കൊണ്ട് അത് കുറേ കൂടി സജ്ജീകരിക്കാനും അത് കൂടുതൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ വരുംകാലത്ത് സംഭവിക്കാവുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഒരു പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. കാലവർഷം ശക്തിപ്പെട്ടിട്ടും പതിവ് പോലെ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വെള്ളിയാഴ്ച മാത്രം 8 മരണങ്ങളാണ് മഴക്കെടുതി മൂലം സംസ്ഥാനത്ത് ഉണ്ടായതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 2018 മഹാപ്രളയവും വയനാട് ദുരന്തവുമെല്ലാം നമ്മുടെ കൺമുൻപിൽ ദുരനുഭവമായി നിൽക്കുമ്പോൾ അത്തരം അവസ്ഥകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു മുന്നൊരുക്കങ്ങളും സ്വീകരിക്കുന്നില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്താകെ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. കുളങ്ങളും നീരുറവകളും നിറഞ്ഞത് കാരണം അപകടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികളും മറ്റു പ്രവൃത്തികളും മഴ കാരണം ഒരാഴ്ചയായി മുടങ്ങിക്കിടക്കുകയാണ്. ഈ സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പ് മുഖവിലയ്ക്ക് എടുക്കണമെന്നും സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കണമെന്നും അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണം. അപകട ഭീഷണി മേഖലയിലുള്ളവർ മാറി താമസിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. പല നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് 59 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നും
1296 പേരെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പുഴകളിലും നദികളിലും ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുകയാണ്. ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ, പുഴയോരം, സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, മറ്റ് പാരിസ്ഥിതിക ലോലപ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം. എല്ലാ ജില്ലകളിലും അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ്. സാധാരണ അവലംബിക്കുന്ന മാർഗങ്ങൾക്ക് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ്, ആ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള സൈറണുകളുണ്ട്. ആ സൈറണുകളിലൂടെയുള്ള സന്ദേശവും നൽകുന്നുണ്ട്. ഇത് തുടരുന്നതാണ്. സംസ്ഥാനത്തെ സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, സന്നദ്ധ സേന തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരെ അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതേസമയം ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്നു. വടക്കുഭാഗത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുമുണ്ട്. ഈ ആഴ്ചയിൽ ഏവരെയും നടുക്കിയ വാർത്തയായിരുന്നു കൊച്ചി തീരത്തിന് സമീപം MSC എൽസ 3 കപ്പൽ മറിഞ്ഞുണ്ടായ അപകടം. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും രക്ഷിച്ചു. കപ്പലിൽ 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇവയിൽ 73 എണ്ണം കാലി കണ്ടെയ്നറുകളാണ്. 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ ചിലതിൽ കാൽസ്യം കാർബൈഡ് എന്ന വെള്ളം ചേർന്നാൽ തീ പിടിക്കാവുന്നതും പൊള്ളലിന് കാരണമാവുന്നതുമായ രാസവസ്തുക്കളും ഉണ്ടായിരുന്നു. കപ്പലിലെ ഇന്ധനവും ചോർന്നിരുന്നു. എണ്ണപ്പാട പടരാമെന്നതിനാൽ കേരള തീരത്ത് പൂർണ്ണമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ശക്തികുളങ്ങരയിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്കിടയിൽ ഒരു കണ്ടെയ്നറിനെ തീ പിടിച്ച സംഭവത്തിൽ ആശങ്കപ്പെടാനില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ശക്തമായ കാറ്റിൽ ഗ്യാസ് വെൽഡിങ്ങിനിടെ കണ്ടെയ്നറിനുള്ളിലെ ഫോമിലേക്ക് തീപ്പൊരി പടർന്നതാണ് തീപിടുത്ത കാരണം. അഗ്നിരക്ഷാസേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കില്ല. ശക്തികുളങ്ങര പള്ളിക്ക് സമീപം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ തീരത്തേക്ക് മാറ്റിയ 8 എണ്ണത്തിൽ 2 എണ്ണം ന്യൂസ് പ്രിന്റ് റോളുകളും 6 എണ്ണം കപ്പലിൽ തന്നെ കാലിയായി ഉണ്ടായിരുന്നതുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഇല്ല. അതിനിടെ കപ്പൽ മുങ്ങിയുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിയുമായി ചർച്ച നടത്താൻ 3 വിദഗ്ധ സമിതികൾ രൂപീകരിച്ചു. പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി എന്നിവർ അധ്യക്ഷരായ സമിതികളാണ് രൂപീകരിച്ചത്. അതേസമയം കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടം വലിയ ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ നടത്തുമെന്ന് അറിയിച്ചു. കപ്പലിൽ നിന്ന് ഇന്ധനം പുറത്തെടുക്കും വരെ മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് മത്സ്യബന്ധനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ആ കപ്പൽ അപകടം കേരളത്തെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ MSC LC 3 എന്ന കപ്പൽ ചെരിഞ്ഞതായി 24-ന് വൈകിട്ട് 4 മണിക്കാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. മൊത്തം 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇവയിൽ 73 എണ്ണം ശൂന്യമായിരുന്നു. 13 എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. 46 എണ്ണത്തിൽ ഹൈഡ്രാസിൻ
എന്ന പ്ലാസ്റ്റിക് ഘടകങ്ങളാണ്. ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതാണ്. തടി, പഴങ്ങൾ, തുണി ഇവയും ചിലതിലുണ്ട്. ഏകദേശം 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാവും. അതെന്നാണ് അനുമാനിക്കുന്നത്. കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ നടന്ന MSC എൽസ 3 കപ്പൽ അപകടം കടൽ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം പഠനം തുടങ്ങി. 4 അംഗ സംഘങ്ങളായി എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലാണ് പഠനം. ഈ ജില്ലകളിലെ 10 സ്റ്റേഷനുകളിൽ നിന്നെടുത്ത വെള്ളത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണെന്ന് CMFRI അറിയിച്ചു. ഓക്സിജന്റെ അളവ്, അമ്ലീകരണം, പോഷകങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ജലഗുണനിലവാരം പഠനവിധേയമാക്കുന്നുണ്ട്. എണ്ണ ചോർച്ചയുണ്ടോ എന്നറിയാനായി വെള്ളത്തിലെയും മണ്ണിലെയും ഓയിലിന്റെയും ഗ്രീസിന്റെയും സാന്നിധ്യവും പരിശോധിക്കുന്നു. സസ്യപ്ലവകങ്ങളും തീരത്തെ മണ്ണിലുള്ള ജീവികളെയും ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ്. നിശ്ചിത കാലയളവിൽ ഈ സ്റ്റേഷനുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് CMFRI അറിയിച്ചു. അതേസമയം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ആശങ്ക വേണ്ടെന്നും എന്നാൽ ജാഗ്രത അനിവാര്യമാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കപ്പൽ അപകടം സംബന്ധിച്ച് നടന്ന സർവതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില നവമാധ്യമങ്ങളുടെ വ്യാജ പ്രചരണങ്ങളിൽ വീഴരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ മെയ് മാസം 24-ാം തീയതി നമ്മുടെ തോട്ടപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് 30 നോട്ടിക്കൽ മൈൽ അകലത്തിൽ ഉണ്ടായ MSC എൽസ കപ്പൽ അപകടത്തിന്റെ ഭാഗമായി അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ, അതുപോലെ തന്നെ കപ്പൽ പൂർണ്ണമായും കടലിൽ താഴ്ന്ന ഒരു സാഹചര്യത്തിൽ കണ്ടെയ്നർ കുറെ ഒഴുകി ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ തീരമേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വേണ്ട തരത്തിൽ തന്നെ പരിശോധിച്ച് അതിൻ്റെ നടപടികൾ നല്ല നിലയിൽ തന്നെ ബന്ധപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വാസ്തവം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വ്യാപകമായ ക്യാമ്പയിൻ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് കേന്ദ്രത്തിന് വിശദമായ കത്ത് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം MSC കമ്പനിക്കെതിരായ നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.